ശുദ്ധി വരുത്താനുള്ള ജനാധിപത്യ മര്യാദ, തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ഒരുപക്ഷെ നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോകേണ്ട വരികയാണെങ്കിൽ അതിന് വഴങ്ങേണ്ട ബാധ്യത, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്തു വരാറുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് പുറത്ത് അങ്ങ് അമേരിക്ക വരെ പോയാലും ഉയരുന്ന ആരോപണങ്ങളിൽ അതാണ്. അതിനു പകരം മറു പാർട്ടികളിലുള്ളവരെ, മറുമുന്നണികൾ ഉള്ളവർക്കെതിരെ വലിയ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരാതികളൊക്കെ നേരിടുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് വസന്ത്? രണ്ട് കാര്യം. ഒന്ന്, ഇന്ന് പൊട്ടിയ ബോംബ് കോൺഗ്രസ് പൊട്ടിച്ചതല്ല, അത് അവരുടെ പാളയത്തിൽ തന്നെ ചിലർ ബോംബ് നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് തനിയെ വീണ് പൊട്ടിയതാണ്. നമ്മൾ കേൾക്കില്ലേ കണ്ണൂരിലൊക്കെ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ബോംബ് സ്വമേധയാ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയെന്ന്. അപ്പൊ ആ ബോംബ് എവിടെയാണ് ഉണ്ടായതെന്നും ആ ബോംബ് അല്ലെങ്കിൽ പടക്കം അതെന്തു ആയിക്കോട്ടെ വാട്ടവർ, അത് എവിടെയാണ് ഉണ്ടായതെന്നും ആരാണ് പൊട്ടിച്ചതെന്നും അവരോട് തന്നെ ചോദിക്കണം. കാര്യം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അതിൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം, അദ്ദേഹത്തിന്റെ നിലപാടിനെ. അത്തരത്തിൽ ആ പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിയൊരു ബോംബാണ്, അത് ഞങ്ങളുടെ പെടലേക്ക് വെക്കണ്ട. രണ്ട്, അങ്ങ് ചോദിച്ച വസന്ത്, സന്ദീപ് വാര്യർ നിങ്ങളുടെ പാർട്ടിക്കാരനാണ്. ഇന്നലെ വി.ഡി. സതീശൻ അത് പറഞ്ഞതിന് ശേഷം വിത്തിൻ മിനിറ്റ്സ് BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ആ പരാമർശം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് സന്ദീപ് വാര്യരാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ. ഇത് പുറത്ത് നിർമ്മിച്ചതാണോ അകത്ത് നിർമ്മിച്ചതാണോ, ബോംബ് കൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് പൊട്ടിച്ചതാണോ എന്നൊക്കെ വസന്ത് തെങ്ങുവിളി പറയാ വരട്ടെ. പരാതി വന്നത് പരാതി വന്നത് സന്ദീപ് വാര്യർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്കോ പ്രതിപക്ഷ നേതാവിനോ PCC അധ്യക്ഷനോ ഒന്നും അല്ലല്ലോ. പരാതി വന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനല്ലേ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് വന്ന പരാതി ചോർന്നെങ്കിൽ അത് എങ്ങനെയാണ് ചോർന്നത്, അത് ഏത് അരിപ്പവഴിയാണ് ചോർന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലല്ലോ. പിന്നെ ഞങ്ങളൊരു കാര്യം അറിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഇന്ത്യക്കാണെങ്കിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളത് പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ അത് ഏറ്റെടുക്കും. വരും ദിവസങ്ങളിൽ അഴിമതിയുടെ വലിയ ബോംബുകൾ പൊട്ടും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ ബോംബുകൾ പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങ് സൂചിപ്പിച്ച വസന്ത്, ഞാൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി എന്ന നേതാവിനെ ഞാൻ ചുരുക്കി കാണുന്നില്ല, ചെറുതാക്കി കാണുന്നില്ല. അഴിമതിയുടെ ബോംബ് പൊട്ടുമെന്നല്ല, കാളയെ അഴിച്ചുവിട്ട് BJP സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിൽ കെട്ടും. വിത്തുകാളയുമായി പ്രതിഷേധം നടത്തിയ BJPക്കുള്ള മറുപടി, ആ വിത്തുകാളെ അവിടെ മുന്നിൽ കെട്ടും. അഴിമതിയിലുള്ള ബോംബിനാണെങ്കിൽ വസന്തേ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ അപർണ. ഇനി ഈ ബോംബ് ഞങ്ങളാണ് പൊട്ടിച്ചതെന്നിരിക്കട്ടെ, ആ ബോംബ് ആരുടെ പോക്കറ്റിലിരുന്ന ബോംബാണെന്നേ, അത് എവിടെ ഇരുന്നതാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരാതി ടു അഡ്രസ് ടു കേരളാസ് ഓപ്പോസിഷൻ ലീഡർ എന്നല്ല, PCC പ്രസിഡന്റ് എന്നല്ല, വസന്ത് തെങ്ങുംപള്ളി എന്നല്ല, സന്ദീപ് വാര്യർ എന്നല്ല, അത് അഡ്രസ്സിംഗ് ടു ദ പ്രസിഡന്റ് ഓഫ് ഭാരതീയ ജനതാ പാർട്ടി കേരളം എന്നാണ്. അവിടെ കിട്ടിയ പരാതിയുമായിട്ട് റെസിപ്റ്റും വെളിയിൽ പോയത് എങ്ങനെയാണെന്ന് ഞാനെങ്ങനെ പറയും? എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഈ ചർച്ചയിൽ, ഈ പാനലിൽ BJPയുടെ പ്രതിനിധികളുടെ അദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടായ ബോംബാണ്. അത് അവിടെ തന്നെ നിന്ന് ഉരുണ്ട് വന്ന് എവിടെ പൊട്ടി എന്നുള്ളത് നോക്കിയാൽ മതി. ആ ബോംബിനെ പറ്റി ഇന്ന് മറ്റൊരു ചർച്ചയിൽ ശ്രീ കൃഷ്ണകുമാറിനോടും ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നേരെ എടുത്തു വെക്കേണ്ട കാര്യമില്ല, ഞങ്ങളെ സംശയിക്കേണ്ട കാര്യമില്ല. ഈ ബോംബ് നിങ്ങൾക്കെതിരെ നിർമ്മിച്ചത് അല്ലെങ്കിൽ ആ സത്യസന്ധമായ കാര്യങ്ങൾ പരാതിയായി വന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി, പുതിയ കമ്മിറ്റി ഓഫീസിൽ അഡ്രസ് ചെയ്യപ്പെട്ട പരാതിയാണ്. ആ പരാതി ഞങ്ങൾക്ക് ചോർത്താൻ പറ്റുമോ? അവരുടെ ഈ മറ്റേ ഏതാണ് ത്രിത വേലിക്കെട്ടുകളെ, മതിലുകളെ, കോട്ടകളെ പൊളിച്ച്, രാവണക്കോട്ടയെ പൊളിച്ച് ആ പരാതി ഞങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് എത്തുന്നത്? അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൂട്ടി വായിച്ചാൽ മതി. രണ്ട്, ഞങ്ങൾ വിത്തുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ മാത്രമാണെന്നൊന്നും കരുതണ്ട. അയ്യോ കൃഷ്ണകുമാറിന്റെ വിഷയം വന്നല്ലോ, അതുകൊണ്ട് തൽക്കാലം കാളെ അങ്ങ് അഴിച്ചു വിട്ടേക്കാം, അല്ലെങ്കിൽ തല്ലിക്കൊന്ന് ഫ്രൈ ആക്കി ബെറോട്ടോടെ കൂടെ തട്ടിയേക്കാം എന്നൊന്നും കരുതണ്ട. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറയാണ്, അതവിടെ നിൽക്കട്ടെ. വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഒരു പരാതിയില്ലാത്ത, ഒരു വെള്ളക്കീറ് കടലാസിൽ പരാതിയില്ലാത്ത, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും FIR ഇല്ലാത്ത, പരാതിക്കാരിയില്ലാത്ത കേസിൽ ഞങ്ങൾ സഹപ്രവർത്തകനെ വേട്ടയാടി. ഞാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ ഓൺ ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണമെന്ന് മാത്രമല്ല, അത് അന്വേഷണ വിധേയമാവണം. അതിൽ തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏത് ശിക്ഷയും അദ്ദേഹം നേരിടണം. ഇനി തെറ്റുകാരനല്ലെങ്കിൽ അഗ്നിശുദ്ധി നടത്തി മടങ്ങി വരണം. അതിനാണ് കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. നോക്കൂ, ഞങ്ങൾ തൽക്കാലം മാറ്റി നിർത്തുന്നു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന്, സംഘടനാ ചുമതലകളിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മറ്റൊരാശയമുണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന എന്താണ്? ഞാനത് കഴിഞ്ഞ ചർച്ചകളിൽ വിവിധ ചാനലുകളിൽ പറഞ്ഞു, നാളുകളിൽ കോൺഗ്രസിനെ നോക്കി നിങ്ങളെടുത്ത നിലപാട് പോലെ ഒരെണ്ണം CPM എടുക്കൂ, BJP എടുക്കൂ എന്ന്
അപർണ അടക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവരോട് പറയാൻ പറ്റുന്ന നിലപാടാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെതിരെ ലൈംഗിക ആരോപണ കേസ് നേരിടേണ്ടി വരുമ്പോ, പീഡനാരോപണ കേസ് നേരിടേണ്ടി വരുമ്പോ, പരാതിയുള്ള കേസിൽ, FIR ഇട്ട കേസിൽ, ചാർജ് ഷീറ്റ് കൊടുത്ത കേസിൽ ഇങ്ങനെ ഒരു നിലപാട് പോയിട്ട് അതിന്റെ 1001 നിലപാടെടുക്കാൻ CPM സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, എന്താ ഗർഭചിത്രം ചെയ്യും എന്ന് പറയുന്ന തരത്തിലുള്ള ഓഡിയോ വെളിയിൽ വന്നു അത്രയും. അത് ശരിയാണ്. ആ ഓഡിയോയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ ഇന്ന് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുണ്ടല്ലോ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അത് സത്യമാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സ്വന്തം ഭാര്യയുടെ അടിവയറ്റിന് ആഞ്ഞു ചവിട്ടി എന്നാണ് പരാതി, എന്നാണ് കേസ്. ആർക്കെതിരെ? M മുകേഷിനെതിരെ. ആ മുകേഷും കൂടെ കൈപ്പറ്റിയിട്ടാണ് ഇന്ന് ഈ മുഴുവൻ ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുത്ത സഖാവ് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ആ മുകേഷ് കൂടി കൈപ്പൊക്കിയിട്ടാണ്. മുൻ ഭാര്യ കൂടിയായ യാമിനി തങ്കച്ചി മുതൽ ഏതാണ്ട് 1 ഡസനോളം പേരുടെ പരാതി, FIR കേസുകൾ നേരിടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരാൾ ആരാണെന്ന് അറിയാമല്ലോ, KSRTCയുടെ മന്ത്രി. ആ KSRTCയുടെ മന്ത്രിക്കെതിരെയുള്ള പരാതി എന്താ? 2, നിങ്ങളിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തക അവര് കൊടുത്ത കേസിന്റെ പുറത്ത് ഒരു തവണ വെളിയിൽ നിന്ന് ആ കേസ് തേച്ചു മായ്ച്ചപ്പെട്ട് പിന്നീട് മടങ്ങി വന്ന് വീണ്ടും ആ കേസിന്റെ നൂലാമാലകൾ നിലനിൽക്കുമ്പോൾ തന്നെ 3 മാസത്തിനുള്ളിൽ തിരിച്ചെടുത്ത ആളാണ് AK ശശീന്ദ്രൻ, ആ മന്ത്രിസഭയിലെ 2ാമൻ. എന്ത് നിലപാടായി പാർട്ടിക്കുള്ളത്? ഞങ്ങൾ എടുത്തതിന്റെ 1001 ആടിന്റെയോ ആടലോടകത്തിന്റെയോ സാമ്യതയുള്ള ഒരു നിലപാടെടുക്കാൻ CPM സാധിച്ചിട്ടുണ്ടോ? അത് പറ്റാത്തവർ M മുകേഷ് എന്ന് പറയുന്ന ഒരു പെർവോട്ടിനെ, ഒരു പീഡകന്റെ കൈപൊക്കുന്ന സർക്കാർ, ആ പിൻബലത്തിൽ നിൽക്കുന്ന സർക്കാർ, ഗണേഷ് കുമാർ എന്ന് പറയുന്ന സ്വന്തം ഭാര്യയുടെ മുതൽ 1 ഡസൻ പേരുടെ പരാതിയും FIR ഉള്ള കേസിലെ പ്രതി, ഏറ്റവും ഒടുക്കം ഷെറിനെ സംരക്ഷിച്ചു എന്ന ആരോപണം നേരിടുന്ന ആൾ, മാധ്യമ പ്രവർത്തകയോട് അശ്ലീലം സംസാരിച്ചു എന്ന പേരിൽ പുറത്തു പോകേണ്ടി വന്ന് പിന്നെ തിരിച്ചു വന്ന മന്ത്രി അടങ്ങുന്ന മന്ത്രിസഭയുടെ നേതാവ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരണ്ട എന്നേ പറഞ്ഞുള്ളൂ. ഇനി ഇതൊക്കെ ഞങ്ങൾ പണ്ടത്തെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. M മുകേഷിന്റെ, ഈ പറയുന്ന കടകംപള്ളിയുടെ, ഈ പറയുന്ന ഗോപി കോട്ടമുറക്കിലിന്റെ, ഈ പറയുന്ന ആരുടെയാണ് നമ്മുടെ ഈ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ ഒക്കെ കഥകൾ ഞങ്ങൾ പഴയതാണ് പറയുന്നത്. പുതിയ കഥകൾ വെളിയിൽ വരാനുണ്ട് എന്നാണ്. അല്ല വസന്ത്, വോട്ട് ചെയ്യുന്ന ജനം ചോദിക്കുക, ഒരാൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, അയാൾക്കെതിരെ തെളിവുകൾ ഉയരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി മറുവശത്തുള്ളവരുടെ ഇത്തരം കഥകളൊക്കെ ചെകഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരും, എന്നിട്ട് ഈ ധാർമ്മികത കാണിച്ചാൽ മതി എന്നാണോ? എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക വസന്ത്? അല്ല, അതിലാണ് വ്യത്യാസം. ഒന്ന്, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോയതല്ല പറഞ്ഞ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെതിരെ, കോൺഗ്രസിനെതിരെ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. അത് ഉയർന്നു വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ 24ാമത്തെ മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ നടപടി സ്വീകരിക്കുന്നു. പിന്നീടുള്ള 48ാമത്തെ മണിക്കൂറിൽ ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ വരുന്ന, ഞങ്ങൾക്ക് നേരെ ചരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ വരുന്ന നീലക്കുറുക്കന്മാർ, അവരാരാണ് എന്ന് തുറന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ ജനങ്ങളുടെ മുമ്പിൽ? ഞങ്ങൾ ഇത്രയും നല്ലൊരു നിലപാടെടുത്ത് നിൽക്കുമ്പോൾ അത് പോരാ, അങ്ങനല്ല, ഇങ്ങനെയാണ് വേണ്ടത്. വസന്ത്, ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം. വസന്ത്, ജനങ്ങൾ തന്നെ കേട്ടു. നിങ്ങൾ ആ തീരുമാനം പറയുന്നതിന് മുമ്പ് ജനങ്ങൾ തന്നെ കേട്ടു. നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ, ജനപ്രതിനിധിയായ ആ യുവ MLA തുടരുന്നത് ശരിയല്ല, രാജിവെക്കണം എന്ന് പറയുന്നത് കേട്ടു. 24 മണിക്കൂറിനുള്ളിൽ അതല്ലാത്തൊരു തീരുമാനത്തിലേക്ക് പോയിട്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെയൊക്കെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ ഉറച്ചു പറഞ്ഞ നിങ്ങളുടെ നേതാക്കന്മാർ ആരായി മാറി? ഈ പാർട്ടി എന്തോ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് തോന്നില്ലേ? അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മറുവശത്തുള്ള കഥകളും പഴയ കഥകളും പുതിയ കഥകളും ഇനി വരുന്ന ബോംബുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? അതൊരു രാഷ്ട്രീയ ധാർമ്മികതയാണോ? അല്ല, അതിലാണ്. സമ്മർദ്ദത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക മെമ്പറായും തുടർന്നാലേ. 1. 2, അങ്ങ് പറഞ്ഞത് ഞങ്ങളുടെ പക്ഷത്തെ വനിതാ MLA മാർ, യുവ MLA മാരുടെയൊക്കെ പ്രതികരണമാണ്. അത് ഇത് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടാണ്. PK ശ്രീമതി അല്ല ഇവിടുത്തെ ഉമാ തോമസ്, P സതീദേവി അല്ല ഇവിടുത്തെ ജബി മേത്തർ. PK ശ്രീമതിയും P സതീദേവിയും ഒക്കെ മുകേഷിന്റെ കാര്യത്തിൽ എന്താ പറയുക? P സതീദേവിയാണ് ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അവരൊരു രാഷ്ട്രീയ നേതാവല്ല, അവര് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. അപർണ അടങ്ങുന്ന ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 1.5-2 കോടി വനിതകളുടെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. M മുകേഷിന്റെ കാര്യത്തിൽ എന്തായിരുന്നു P സതീദേവിയുടെ നിലപാട്? അവർ പറഞ്ഞത് ഈ തീവ്രത അങ്ങ് വല്ലാതെ കുറവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, രാജിവെക്കണ്ട, 2 വർഷം ശിക്ഷിച്ചാൽ മാത്രം രാജിവെച്ചാൽ മതി എന്ന് P സതീദേവി പറയുമ്പോൾ ഇപ്പുറത്തെ കോൺഗ്രസിൽ ഉമാ തോമസ് പറയുകയില്ലേ?
ഇപ്പുറത്തെ കോൺഗ്രസിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ജമി മേത്തർ പറയല്ലേ, ബിന്ദു കൃഷ്ണ പറയല്ലേ, ഇങ്ങനെയല്ല നിലപാട്. ആരോപണം ഉണ്ടായെങ്കിൽ അഗ്നിശുദ്ധി നടത്തി മടങ്ങി വരൂ എന്ന് പറയാനുള്ള അവസരം കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. CPM-ലാണ് അത് ഉണ്ടാവില്ല. മാഷാള്ള ഒട്ടിച്ച സ്റ്റിക്കറുള്ള ഇനോവ ചെല്ലും വീട്ടിലേക്ക്. ആ പേടിയോടുകൂടി വേണം അവിടുത്തെ വനിതാ നേതാക്കൾ നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു നിലപാട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വനിതാ നേതാക്കൾ എടുത്ത നിലപാട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്ത നിലപാട്, അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയും. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തുള്ളവരെ തുറന്ന് കാണിച്ചാൽ മതിയാവും. കാര്യം ഒരു താരതമ്യം കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ വേണം. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ, ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വിവിധ പാർട്ടികൾ എടുത്ത നിലപാട് എന്താണ്, ആ നിലപാടിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് മനസ്സിലാവണമെങ്കിൽ, അവർക്ക് ചിന്തിക്കണമെങ്കിൽ, അവർക്ക് ഉറപ്പിക്കണമെങ്കിൽ ആ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് അപ്പുറത്തുള്ളവരെ കൂടി ഓഡിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ആ ഓഡിറ്റിംഗ് പ്രോസസ്സാണ്. അല്ല, അതെനിക്ക് ശരി, ഞാൻ തിരികെ എത്താം വസന്ത്.